സ്നേഹാദരണീയരായ സഹോദരി സഹോദരൻ, പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും അനുഗ്രഹപൂർണമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾക്ക് വലിയ സന്തോഷവും ആത്മസംതൃപ്തിയും നൽകുന്ന ഒരു മാസമാണ് റമദാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലേക്ക് പ്രവേശിച്ചാൽ സ്വഹാബികളോട് പറയുമായിരുന്നു, അതാക്കും ഷഹ്റു റമദാൻ, നിങ്ങളിലേക്ക് ഇതാ റമദാൻ സമാഗതമായിരിക്കുന്നു. ഷഹ്റുൽ മുബാറക്, അനുഗ്രഹപൂർണമായ ഒരു മാസം, വലിയ സന്തോഷങ്ങളുള്ള 700 ഇരട്ടി വരെ നന്മകൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസം. വിശ്വാസികൾ അതുകൊണ്ട് തന്നെ ധാരാളം നന്മകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ ഈ മാസത്തെ ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷെ വർത്തമാനകാലത്തെ വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ ഒരുപാട് നന്മകൾക്ക് പകരം ഈ നിമിഷങ്ങളെയും ഈ സുന്ദരമായ അനുഗ്രഹപൂർണമായ ഈ ദിവസങ്ങളിലെ സമയവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കുന്നതിലും ഭൗതിക കാര്യങ്ങളിലും ഏറെ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയാണ്. പ്രവാചകന്റെ കാലിൽ നീര് വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നത്, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടയോ എന്നാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഈ റമദാനിലെ ഖിയാമുൽ ലൈലുകൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുവാനും അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്. പലരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരാണ്. നമുക്ക് അല്ലാഹു ആയുസ് നൽകി. ഈ റമദാനിലേക്ക് നമ്മുടെ ആയുസ് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ, ഈ നന്മകൾ, ഈ നിമിഷങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ സമയം കണ്ടെത്തണം. ഒരുപക്ഷെ പ്രയാസങ്ങൾ ഉണ്ടാകാം, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ആ അവസരങ്ങളെ മറന്ന് രാത്രി നമസ്കരിക്കുവാനും തറാവീഹ് നമസ്കരിക്കുവാനും എഴുന്നേറ്റ് നിന്ന് നമുക്ക് നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമുണ്ടാകും. വരണ്ടുപോയ നാവിൽ നിന്ന് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളും ദുആകളും ചൊല്ലാൻ സമയം കണ്ടെത്തണം. നമസ്കാരങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളും ദുആകളും ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തണം. നോമ്പെടുത്ത് ക്ഷീണിച്ച സമയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2-3 ആവർത്തിയായി പ്രവാചകൻ നിരന്തരം ഖുർആൻ പാരായണം നടത്തിയിരുന്നു. റമദാൻ നോമ്പിൽ നോമ്പെടുത്ത് ക്ഷീണിച്ച ഒരവസ്ഥയിലും നമ്മളും ഖുർആനുമായി ഒരു ബന്ധം സ്ഥാപിക്കണം. ഖുർആൻ പഠിക്കുവാനും ദീനിനെ കുറിച്ച് മനസ്സിലാക്കുവാനുമുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കഴിക്കാനില്ലാത്ത ഒരു സന്ദർഭത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അൻസാരിയായ ഒരു സഹാബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ സഹാബികളോട് പറഞ്ഞത്, കൂടെയുള്ളവരോട് പറഞ്ഞത്, ഈ ഭക്ഷണത്തെ കുറിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിൽ നാളെ മറുപടി പറയേണ്ടവരാണ് എന്ന ചിന്തയും ഓർമ്മയും ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തും. പ്രയാസങ്ങൾ സഹിച്ചും പ്രതിസന്ധികൾ സഹിച്ചും ചെയ്യുന്ന നന്മകൾക്ക് അല്ലാഹു ഒരുപാട് പ്രതിഫലം പരലോകത്ത് സ്വർഗീയ ആരാമത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ക്ഷീണം സഹിക്കുന്നതിന്, ഈ പ്രയാസം സഹിക്കുന്നതിന്, ഈ ഭക്ഷണം പിടിച്ചു വെക്കലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റയ്യാൻ എന്ന കവാടത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച് ആ സ്വർഗത്തിലെ അനുഭൂതികൾ ആസ്വദിക്കുവാനുള്ള അവസരം വിശ്വാസികൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നന്മകൾ ചെയ്ത ഒരു തലമുറ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാണ് സ്വഹാബികൾ, മുൻഗാമികൾ, നമുക്കുള്ള മാതൃക അവരാണ്. പ്രവാചകന്റെ അടുത്ത് വന്ന് ഒരു സഹാബി പറയുന്ന ഒരു ചരിത്രമുണ്ട്. ആ സ്വഹാബി പ്രവാചകന്റെ അടുത്ത് വന്ന് പറയുന്നത്, ഒന്നുമില്ല പ്രവാചകൻ, കഴിക്കാൻ ഭക്ഷണമില്ല, വിശപ്പാണ്, അതുകൊണ്ട് പ്രവാചകനെ എനിക്ക് എന്തെങ്കിലും നൽകണം എന്നാണ്. പ്രവാചകൻ ഭാര്യയുടെ അടുത്തേക്ക്, സ്വന്തം വീടുകളിലേക്ക് ആളെ പറഞ്ഞയക്കുന്നു. അവിടെ നിന്ന് തിരിച്ചു കിട്ടുന്ന മറുപടി, അവിടെ വെള്ളമല്ലാതെ ഒന്നുമില്ല. പ്രവാചകന്റെ ഭാര്യമാരിൽ മുഴുവൻ ആളുകളുടെ വീടുകളിൽ നിന്നും കിട്ടുന്ന മറുപടി വെള്ളമല്ലാതെ ഒന്നുമില്ല എന്ന്.
ഒരു അതിഥി വന്നാൽ കൊടുക്കാൻ ഭക്ഷണമില്ല, കാരക്കയിലെ ഈത്തപ്പഴമില്ല എന്ന് പ്രവാചകന്റെ വീടുകളിൽ നിന്ന് പ്രവാചകൻ അറിയിപ്പ് വിട്ടു. പ്രവാചകൻ സ്വഹാബികളോടായി ചോദിച്ചു, എനിക്ക് വേണ്ടി ഈ അതിഥിയെ ഏറ്റെടുക്കുന്നത് ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് അൻസാരിയായ ഒരു സ്വഹാബി പറയുന്നു, ഞാൻ കൊണ്ടുപോകാം പ്രവാചകരെ. അദ്ദേഹം വീട്ടിലേക്ക് പോയി അവരുടെ ഭാര്യയോട് ചോദിക്കുന്നു, അക്രിമിനി വൈഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു അതിഥിയെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട് എന്ന്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു അതിഥി ഇന്ന് നമുക്കുണ്ട്, അതുകൊണ്ട് എന്താണ് വീട്ടിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ ഭാര്യയും പറയുന്നത്, എന്റെ കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമേ ഇവിടെയുള്ളൂ എന്ന്. കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം മാത്രമേ ഇവിടെയുള്ളൂ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇവിടെ ഇല്ല എന്ന് പറയുകയാണ്. ആ സ്വഹാബി തിരിച്ചു പ്രവാചകന്റെ അടുത്ത് വന്ന് ആ അതിഥിയെ കൂട്ടി തിരിച്ചു പോകുന്നു. ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരും. അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ നീ ഈ ഭക്ഷണം തയ്യാറാക്കി കുട്ടികളെ ഉറക്കണം. കുട്ടികളെ ഉറക്കി ആ ഭക്ഷണ പാത്രങ്ങൾ ആ അതിഥിക്ക് മുമ്പിൽ വെക്കണം. എന്നിട്ട് ആ വിളക്കണക്കണം എന്നാണ്. മുന്നിൽ വെച്ച ആ വിളക്കണച്ച് ആ അതിഥി ഭക്ഷണം കഴിച്ചതിനു ശേഷം സന്തോഷപൂർവ്വം യാത്രയാക്കണം എന്ന് പറഞ്ഞ് ഭാര്യയെ ഏർപ്പാടാക്കുകയാണ്. അതിഥിയുമായി, പ്രവാചകന്റെ അതിഥിയുമായി ആ സ്വഹാബി സ്വന്തം വീട്ടിലേക്ക് വരുന്നു. ഭക്ഷണം കൊടുക്കാനില്ല. കുട്ടികൾക്കുള്ള ഭക്ഷണം ആ സഹോദരൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. വിളക്ക് കിടത്തി, കുട്ടിയെ ഉറക്കി കിടത്തി, ആ അതിഥിക്ക്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആ അതിഥിക്ക് ആ സ്വഹാബി, അൻസാരിയായ സ്വഹാബി ആ ഭക്ഷണം മുന്നിൽ വെച്ചു കൊടുക്കുകയാണ്. വിളക്കണച്ചു. ആ അതിഥി അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. കൂടെയുള്ള സ്വഹാബി കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു എന്നാണ്. കൂടെ ഇരിക്കുന്ന ആ സ്വഹാബി ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു. സന്തോഷത്തോടു കൂടി ആ അതിഥിയെ യാത്രയാക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഈ വാർത്ത എത്തുകയാണ്. പ്രവാചകൻ പിറ്റേ ദിവസം ആ സ്വഹാബിയോട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രിയിൽ അല്ലാഹു ചിരിച്ചിരിക്കുന്നു എന്ന്. അല്ലാഹു ചിരിച്ചിരിക്കുന്നു, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രവർത്തനം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിച്ചിരിക്കുന്നു, സംതൃപ്തിയായിരിക്കുന്നു, അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറയുകയാണ്. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അവതരിക്കുന്നത്. വയുസ്റൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, പ്രയാസങ്ങൾ സഹിച്ച് തങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടായിരിക്കുമ്പോഴും അവർ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തവരാണ്. വയുസ്റൂന അലാ അൻഫുസിഹിം, അവർ അവരെക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ദാരിദ്ര്യം ഉണ്ടായിരിക്കെ, കഴിക്കാൻ ഭക്ഷണമില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരാളെ വിശപ്പടക്കണം, സ്വർഗത്തിൽ പോകണം, ആ പുണ്യം നേടണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ ശുഖ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരെങ്കിലും പിശുക്കിൽ നിന്ന് ആരെങ്കിലും കാത്തുരക്ഷിച്ചാൽ, സ്വന്തം മനസ്സിനെ കാത്തുരക്ഷിച്ചാൽ അല്ലാഹു അവരെ വിജയികളായി പ്രഖ്യാപിക്കുകയാണ്. അവർ വിജയം പ്രാപിച്ചവരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നു. പ്രയാസങ്ങൾ ഏറെയുണ്ട്, നമുക്ക് അല്ലാഹു ഒരുപാട് നൽകിയിട്ടുണ്ട്, ആയുസ്സും ആരോഗ്യവും നൽകിയിട്ടുണ്ട്. ഈ പ്രയാസങ്ങൾ സഹിച്ച് നന്മകളിൽ മുന്നേറാനുള്ള ഒരു അവസരമായി ഈ റമദാനിനെ നമ്മൾ കാണണം. ഈ പ്രയാസങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.